ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ നിന്നുള്ള 5 ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് പരീക്ഷയുടെ ഒരു രീതി അറിയാം. ഒരേ കൺസെപ്റ്റ് തന്നെ പല രീതിയിൽ ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത്? അപ്പം നമുക്ക് എവിടെ നിന്നാണ് ചോദ്യം? അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ നമുക്ക് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞേക്കുന്ന കീ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. എന്താണ്? എല്ലാ വശങ്ങളും. നോക്കിക്കേ, കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പുതിയ രീതി തന്നെയാണ് അല്ലേ? എല്ലാ വശങ്ങളും, സമസ്ത മേഖലകളും പരിഗണിക്കുകയാണെങ്കിൽ എന്ത് തരം മൂല്യനിർണ്ണയമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം. ഓപ്ഷൻ: സംരചനാ മൂല്യനിർണ്ണയവും നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, ആന്തരിക മൂല്യനിർണ്ണയം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ആൻസർ വരിക? നമുക്ക് പെട്ടെന്ന് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളം ടേം പഠിച്ചു വെക്കാം. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. നിരന്തരം, കണ്ടിന്യൂസ്, സമഗ്രം. സമഗ്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സമഗ്രം എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്രിഹെൻസീവ് ആണല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. പിന്നെ ബാക്കി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സംരചനാ മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് നമുക്കറിയാം, പഠന പ്രക്രിയയുടെ ഇടയിൽ നടക്കുന്ന മൂല്യനിർണ്ണയമാണ്. ആത്യന്തിക മൂല്യനിർണ്ണയം സമ്മേറ്റീവ്, പഠനം ഒരു പർട്ടിക്കുലർ ഫേസ് അവസാനിച്ച ശേഷം നടക്കുന്നതാണ് സമ്മേറ്റീവ്. പിന്നെ ആന്തരികം എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് നമുക്കത് പറയാം. അപ്പോൾ ഇതൊന്നുമല്ല ആൻസർ. കറക്റ്റ് ആൻസർ എന്താണ്? നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നതിൽ സെഫാലോകോഡൽ തത്വവുമായി ബന്ധപ്പെട്ടത് എന്ത്? അപ്പോൾ ഈ സെഫാലോകോഡൽ ആണെങ്കിലും പ്രോക്സിമോ ഡിസ്റ്റൽ ആണെങ്കിലും അതിന് കൃത്യമായിട്ട് മലയാള പദമില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? സെഫാലോകോഡൽ. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? വികാസവുമായിട്ട്, വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കാം. വികാസം ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് നടക്കുന്നു. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. വികാസം ഗതിനിയമം പാലിക്കുന്നു. വികാസം തല മുതൽ കാല് വരെ എന്ന ക്രമത്തിൽ നടക്കുന്നു. അപ്പോൾ നോക്കിക്കേ, 2 ഓപ്ഷൻ നമുക്കപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. 2 വികാസ തത്വങ്ങൾ മാത്രമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ വികാസവുമായിട്ട് ബന്ധപ്പെട്ട പല തത്വങ്ങളുണ്ട്. അതിൽ 2 തത്വങ്ങൾ കിടപ്പുണ്ട്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്, ശരിയാണ്. അതോടൊപ്പം ഗതി നിയമം പാലിക്കുന്നുകൊണ്ടും. ഇനി നമ്മുടെ ഒരു ടേമിലേക്ക് നോക്കാം. സെഫാലോകോഡൽ എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ വരിക? വികാസം തല മുതൽ കാല് വരെ എന്ന ക്രമത്തിൽ നടക്കുന്നു. തല മുതൽ കാല് വരെ, ശിരസ് മുതൽ പാദം വരെ. ഇനി നമ്മുടെ മധ്യഭാഗത്ത് നിന്ന് എങ്ങോട്ടാണ്? വശങ്ങളിലേക്കാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അത് വരുമ്പോഴത്തേക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടി ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ചും എന്തൊക്കെ ബുദ്ധിയാണ് കുട്ടിക്കുള്ളത്? അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞേക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ടേം? പാട്ടും നൃത്തവും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയാം. ആരാണ് മുന്നോട്ട് വെച്ച? ഹോവാർഡ് ഗാർഡനർ ആണ്. അപ്പോൾ അതുമായിട്ട് ആ ഒരു തിയറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇൻ്റലിജൻസ് പല വിധത്തിലുണ്ടെന്ന്. അപ്പോൾ നോക്കിക്കേ, ഭാഷാപരവും സ്ഥലപരവും സംഗീതപരവും ശാരീരിക ചലനപരവും ഭാഷാപരവും സംഗീതപരവും പ്രകൃതിപരവും ഭാഷാപരവും. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഒരൊറ്റ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ എന്താണ്? 2 കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചോദിച്ചു തുടങ്ങി. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ ഇവിടെ എന്താ വരിക? സംഗീതപരവും ശാരീരിക ചലനപരവും അല്ലേ? അപ്പം മ്യൂസിക്കൽ വരുന്നുണ്ട്. അതോടൊപ്പം എന്താണ്? ബോഡിലി കൈനസ്തെറ്റിക്, ശാരീരിക ചലനപരവും വരുന്നുണ്ട്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചാടി കയറി ഉത്തരം എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു. ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു. ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഗ്രേഡിംഗ് രീതികളൊക്കെ അറിയാം. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും ഒക്കെ നിങ്ങൾ പഠിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഉത്തരം എന്ത് വരും? അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഏത് പറയാം? ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള മത്സരം ഉണ്ടാക്കുന്നു. അപ്പോൾ ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മത്സരം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണല്ലേ? എപ്പോഴും എങ്ങനെയാണ്? നമുക്ക് മൂല്യനിർണ്ണയത്തിനും അതോടൊപ്പം പ്രകടനങ്ങൾ വിലയിരുത്താനും കുട്ടികളുടെ നേട്ടം അത് വിലയിരുത്താനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഗ്രേഡിംഗ് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നത്.
അടുത്ത ചോദ്യം, LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് യൂണിവേഴ്സൽ ഗ്രാമർ. അപ്പോൾ ഇംഗ്ലീഷ് പെഡഗോജി ഏരിയയും നമ്മുടെ സൈക്കോളജിയും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും UG യൂണിവേഴ്സൽ ഗ്രാമർ തുടങ്ങിയ ആശയങ്ങൾ ആരാണ് മുന്നോട്ട് വെച്ചത്? നോം ചോംസ്കി, പിയാഷെ, സ്കിന്നർ, വൈഗോട്സ്കി. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സൈക്കോളജി ഓരോ തിയറിയും ബേസ് ചെയ്തുള്ള വ്യക്തികളെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ആരാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നോം ചോംസ്കി ആണ്. എന്താണ് LAD ലാഡ് എന്ന് പറയുന്നത്? എല്ലാവരിലും ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഡിവൈസും ഇൻബിൽട്ടായിട്ട് ജന്മസിദ്ധമായിട്ട് നമ്മുടെ ബ്രെയിനിലുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. പിന്നെ UG യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയിലും കോമൺ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് പറയുന്നതാണ് UG അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്